ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ കുറച്ച് വർക്കും പിന്നെ കുറച്ച് ഐറ്റംസുകളും അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ പ്രയറും കാര്യവും പിന്നെ മോർണിംഗ് റൂട്ടീൻസും അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. മുറ്റത്താണെങ്കിൽ ആകെ ചളിയായിട്ട് കിടക്കുകയാണ്. പിറ്റേ ദിവസം ഭയങ്കര മഴ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് റൂമിൽ പോയിട്ട് ഞാൻ MSൻ്റെ ഒരു സ്കിൻ കെയർ ഓയിലും പിന്നെ ഹെയർ കെയർ ഓയിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിനി. അങ്ങനെ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലൊരു പിങ്ക് കളറിലുള്ളത് സ്കിൻ കെയർ ഓയിലും പിന്നെ മറ്റേ ബ്ലാക്ക് ഉള്ളത് ഹെയർ കെയർ ഓയിലും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടിയിൽ പോയിട്ട് ആകെ അടിച്ചു വാരുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ടൈമായി. അപ്പോൾ ഞാൻ അത് വേഗം കളയാൻ വിചാരിച്ചിട്ട് ഫ്രഷ് ആവാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ എടുക്കാണ്ടായിനി. അപ്പോൾ അത് പെട്ടെന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് ടെറസിൻ്റെ മുകൾക്ക് പോയിട്ട് എടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ടേബിൾ ആകെ മെസ്സായി കിടക്കുക കേട്ടോ. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു ബൊക്ക ഉണ്ടാക്കണ്ടേനി. അത് ചെയ്യാൻ വേണ്ടിയിട്ട് മുകൾക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യാറിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ശരിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ചെയ്ത് വെക്കാൻ ടൈം കിട്ടൂല എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് മുന്നേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി ഇനി ഇപ്പോൾ ചെയ്യാണ്. അപ്പോൾ ഞാൻ കരുതി വീഡിയോ പാടെ എടുക്കുക, ഏതായാലും എല്ലാം ശരിയാക്കണം. കുറേ ദിവസമായല്ലോ ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് കരുതി. ഇത് ഞാൻ ചെയ്യണത് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടില്ല. കാരണം എല്ലാം പാടെ ആകുമ്പോൾ കുറേ ലോങ് ആവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബോക്സൊക്കെ ആഡ് ആക്കാനുള്ളതാട്ടോ ബൊക്ക പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ ഡ്രസ്സായിട്ടും വാച്ചും അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ വെക്കണം. പക്ഷേ ബോക്സിൽ ഇത് ഞാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാറ് നോക്കിയിട്ട് പിന്നെ ബോക്സിൽ കൊള്ളണില്ല. അപ്പോൾ ഞങ്ങൾക്ക് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ബൊക്ക ഏതായാലും നമ്മൾ കയ്യിൽ കൊടുക്കാനല്ലേ, അപ്പോൾ അങ്ങനെ ഇക്കാരം നല്ലതെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു വലുതാക്കിയിട്ടാട്ടോ ചെയ്തത്. മറ്റേതൊരു ചെറുത് മതി എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ബുള്ളറ്റ് ജേർണലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാണ്ടായിനി. അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഓർഡേഴ്സിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുതാനായിട്ട്. ചിലപ്പോൾ ഞാൻ മറന്നു പോയാലോ വിചാരിച്ചിട്ട് ഓർമ്മയില്ല നേരത്തെ തന്നെ വേഗം എഴുതി വെക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു ഡയറി ഞാൻ ഇപ്പം അടുത്ത് വാങ്ങിയതാണ്. എൻ്റെ കയ്യിലുള്ളതിലൊക്കെ പേജസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഒന്ന് പുതിയത് അങ്ങനെ വാങ്ങിയതാണ്. എത്ര 90 രൂപ അത്ര കേട്ടോ വരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ടത്തെ ആ ഒരു പേജൊക്കെ എനിക്ക് നല്ലവണ്ണമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിനി. ഒരു വിൻറ്റേജ് ലുക്കൊക്കെ ആയിട്ടായിനി. പിന്നെ അതങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഇതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാങ്ങിയതാണ്. ആ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഒരു ഹാമ്പറിൽ വെക്കാനുള്ളതാണ്. പിന്നെ ഒരു ചെറിയ നോട്ടും ഒരു വാഷി ടേപ്പും ഈ ഒരു ബോട്ടിലും എനിക്കൊരു ഹാമ്പറിൽ വെക്കാനുള്ളതാണ് കേട്ടോ. ഒരു വിൻറ്റേജ് ആയിട്ടുള്ള ഒരു ഹാമ്പറിലാണ് സെറ്റ് ആക്കാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു ബോക്സിലാണ് എനിക്ക് മറ്റേ ആ ബൊക്ക ഉണ്ടല്ലോ അത് ആഡ് ആക്കാനുള്ളത്. ഈ ഒരു കവറിലൊക്കെ 30ഓളം ഫ്രെയിമുകളാണ് ഇട്ടുള്ളത്. മാഷാഅല്ലാഹ് എനിക്ക് ഒരു ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിനി. ഇതിൽ ആഡ് ആക്കാനുള്ളത് 30 സെപ്പറേറ്റ് ഫോട്ടോകളല്ല, ഒരു ഫോട്ടോ തന്നെ 30 എണ്ണമാണ് വേണ്ടിയത്. ഇനി അധികം വൈകാതെ തന്നെ ഞാൻ ആ ചെയ്യുന്ന വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഈ ടേബിളിൽ ആകെ മിസ്സായി കിടന്നീനല്ലോ, അതൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ എനിക്ക് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ എടുക്കാനായിട്ടും അല്ലാത്ത വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അത് അങ്ങനെ വലിച്ചു കയറിയിട്ടേക്കാട്ടോ ചെയ്തത്. പിന്നെ ടേബിൾ മേലൊക്കെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ പൊടി നന്നായിട്ട് ജനലിൻ്റെ ഇതിൽ കൂടെ അങ്ങനെ ജനലൊക്കെ തുറന്നിടുമ്പോൾ എൻ്റെ ടേബിൾ മേക്കാണ് നേരെ വരിക. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. ഈ വൈറ്റ് ടേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ പൊടി ഇല്ലതൊക്കെ. അപ്പോൾ ആ പൊടി നല്ലോണമായിട്ടുള്ള ഭാഗമൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് ഷോർട്സായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഈ മഷ്റൂമിൻ്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ അതാത് സ്ഥലത്തേക്ക് തന്നെ വെക്കുകയാണ്. ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ടേബിളിൽ തന്നെ ഇട്ട് പോയിക്കാട്ടോ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ലോങ് വീഡിയോ ഇടല് കുറവേനി. അത് ഒന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ വീഡിയോ എടുക്കാനും ഒരു ഇതുണ്ടാവുള്ളൂ. എനിക്കാണെങ്കിൽ ഇപ്പോൾ വർക്ക് കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിനി. ഇപ്പോഴാണ് ഒന്ന് കിട്ടിയത്. അപ്പോൾ ഒന്ന് കിട്ടിയപ്പോഴാണെങ്കിൽ അതിൻ്റെ ബാക്ക് കൂടെ തന്നെ ഒരു 3-4 കിട്ടി.
അതൊക്കെ ഒരു 20-ാം തീയതി 24-ാം തീയതി ആകുമ്പോഴത്തേന് എല്ലാം ഡിസ്പ്ലേ ചെയ്യണം. എൻ്റെ ഒരു അനുഭവത്തിലാണെങ്കിൽ എനിക്കൊരു വർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലെങ്കിൽ അതേപോലെ തന്നെ കാരണം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു വർക്ക് കിട്ടിയാൽ പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് 1, 2, 3 അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ കിട്ടും. അങ്ങനെ ഒരുമിച്ച് നിൽക്കും ചെയ്യും, ഒരുമിച്ച് കിട്ടും ചെയ്യും. അങ്ങനെ ആട്ടെ എനിക്ക് ഉണ്ടാവല്. ഇപ്പം ഞാൻ കുറേ ദിവസമായി എൻ്റെ ടേബിൾമൊക്കെ തന്നെ നോക്കിയിട്ട് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു പോകും. അല്ല വല്ലാതൊരു മൈൻഡില്ല. ഇനി അതിൻ്റെ ഇടയ്ക്ക് മൈൻഡ് വെക്കാത്തതുകൊണ്ടാണ് തോന്നണം ആ 2 ഭാഗത്തുള്ള മണി പ്ലാന്റിൻ്റെ ഇതുണ്ടല്ലോ അതിൽ തീരെ വെള്ളമില്ലാതെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ തീരെ കനല്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ച. അപ്പം എനിക്ക് കരുതി അത് ആകെ വാടി ഇതായിട്ടുണ്ട് വിചാരിച്ചിട്ട് ഞാൻ വേഗം എടുത്തിട്ട് അതിക്ക് വെള്ളം നിറച്ചിട്ട് പിന്നെ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാണ്. അതൊക്കെ വെച്ചതിൻ്റെ ശേഷം ഞാൻ ടേബിളിൽ എല്ലാ വേസ്റ്റുകളും ഞാൻ നിലത്തേക്കാണ് തട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചൂലെടുത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടിച്ചോരിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമായിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൊടിയും ചമ്മലുകളും അങ്ങനെയുണ്ട്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്കായിട്ടാണോ എന്ന് എനിക്കറിയില്ല, ചിലവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവേക്കും. ഈ ടേബിൾ നല്ല വൃത്തിയായിട്ട് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരിത് വരും. അപ്പോൾ എനിക്ക് ഒരു ഹാമ്പർക്ക് ചെയ്ത് വെക്കാനുള്ളൊരു വർക്ക് ഉണ്ടായിനി, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഞാൻ ടേബിൾ ഏതായാലും നല്ല വൃത്തിയിൽ നിൽക്കല്ലേ, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാർട്ട് പേപ്പറൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. ഈ ഒരു കാർഡിന് വലിയൊരു സൈസൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ചിട്ടാണ് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും കടിയാണെങ്കിൽ ഇങ്ങോട്ട് പോരിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് അങ്ങാടിക്ക് പോയി. അങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇപ്പം കടിയൊക്കെ തന്ന് വണ്ടി ഇപ്പാക്ക് തന്നെ കൊടുത്ത്, ഇപ്പാക്ക് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് നടന്ന് പോവാട്ടോ ചെയ്യണത്. വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ടോ. പിന്നെ അങ്ങനെ പഴംപൊരിയൊക്കെ എടുത്ത് പഴത്തിൻ്റെ ഉള്ളിൽ തേങ്ങയൊക്കെ നിറച്ചിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കഴിക്കുന്നത്. അങ്ങനെ അതെടുത്തിട്ട് സിറ്റ് ഔട്ടിൽ പോയിരുന്നിട്ട് ഞങ്ങളെല്ലാവരും പാടെ കഴിക്കാൻ. പെരും മഴയാണ് കേട്ടോ. പിന്നെ രാത്രി ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. രാത്രി ബിരിയാണി ആയിനി. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നേരെ പോയിട്ട് ഉറങ്ങാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ.